ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോൻ്റെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോണത് കുളിക്കടവിലേക്കാണ്. കുളിക്കടവിലേക്ക് എന്ന് വിചാരിക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പം അവിടെ അങ്ങനെ കുളി കാര്യങ്ങളൊന്നുമില്ല. പണ്ട് അച്ഛമ്മയും അതുപോലെ അമ്മയൊക്കെ പണ്ട് ഇവിടെ നിന്നിരുന്ന സമയത്ത് ഇങ്ങനെ കുളിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലക്കാൻ പോകാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോണത് കേട്ടോ. പോണ വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് നോക്കിക്കേ, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടോ? ചെറി എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതിന് ചെറി എന്നാണ് പറയാമെന്നാണ് തോന്നുന്നത്. ഇനി ഇതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും റൂബിക്കല്ല, ചെറിയൊരു ടൊമാറ്റോ, ചെറിയൊരു ആപ്പിളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം ഒരു പകുതി പഴുപ്പേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഒടുക്കത്തെ പുളിയായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ നൈബേഴ്സിൻ്റെ തന്നെ വീടാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ അവരൊക്കെ പറിക്കുന്നതാണ്. അതാണ് ചോദിക്കൊന്നും ചെയ്യാതെ അങ്ങനെ പറിച്ചെടുത്തത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമ്മളിതാ കുളിക്കടവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ, അച്ഛൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതും. അതുപോലെ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ മുന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല പച്ചപ്പും അതുപോലെ പാടങ്ങളും തോടുകളൊക്കെ ഉള്ള സ്ഥലമാണിതെന്ന്. അതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ കപ്പയാണ്, ഇത് ഫുള്ള് ഒരു കാട് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കതുവഴി നടക്കുമ്പോൾ ചെറിയൊരു പേടിയില്ലാതില്ല. പാമ്പോ അങ്ങനെ വല്ല ഇഴജന്തുക്കളോ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആൾ നല്ല കൂളായിട്ടാണ് നടക്കുന്നത്, കാരണം അവരിടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലങ്ങളല്ലേ, കളിക്കാനും അല്ലാതെയൊക്കെ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണല്ലോ. അതുപോലെ ഈ സൈഡിൽ നിറയെ പൂക്കളുള്ള ഒരു തരം ചെടിയുണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ അച്ഛൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോയി നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് അന്നൊന്നും പിടിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലായിരിക്കും അത് പിടിക്കുന്നത്. ഞാൻ ആ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു തരം വയലറ്റ് ആണെന്ന് തോന്നുന്നു ആ കളറ്. നല്ല ഭംഗിയാണ്, നിറയെ ആ ഒരു ചെടിയിൽ നിറയെ ആ പൂക്കളാണ്. പക്ഷേ വീട്ടിലൊന്നും കൊണ്ടുപോയി വെച്ചിട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ അവളവിടെ സ്റ്റെക്കായത് വേറെ ഒന്നും ഉണ്ടല്ല, വല്ല പാമ്പും ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചതിനുള്ള എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അറ്റ് ലാസ്റ്റ് നമ്മളിതാ റീച്ച് ആയേക്കുവാണ്. ഇതാണ് നമ്മുടെ അച്ചമ്മയും അമ്മയൊക്കെ പണ്ട് വന്നിരുന്ന കുളിക്കടവ് കേട്ടോ. അച്ചമ്മ ഇപ്പോഴും വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഡിൽ കണ്ടില്ലേ ഒരു അലക്ക് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും മേ ബി അലക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി കുളിക്കാറുണ്ടോ ഇവിടെ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴാണ് അവിടെ ഒരു ആമ്പൽ നിൽപ്പുണ്ടായിരുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ ഒരു തരം കുങ്കുമ കളറ് പൂ വിരിയണ ആമ്പലുണ്ടെന്ന്. പക്ഷേ അവിടെ നല്ല വെള്ളമായിരുന്നു. അതുപോലെ തന്നെ മഴ പെയ്തതുകൊണ്ട് നല്ല കുത്തി ഒലിച്ചായിരുന്നു വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. സെൻറ്ററിലായിരുന്നു ആമ്പലൊക്കെ നിന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും പറിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ഇത് ആമ്പൽ വിരിഞ്ഞിട്ടില്ല, മൊട്ടാണ് കേട്ടോ. അതിനെങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പൊക്കെ പിടിച്ചിട്ടാണ് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴരുതട്ടാ, വഴുക്കി വീഴല്ലേ. അങ്ങനെ ആ ഒരു കമ്പൗണ്ട് അതിനെ വലിച്ച് അടുത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ. പറിച്ചെടുക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടാൽ വിചാരിക്കും വലിയ എന്തോ ആമ്പലോ താമരയോ ഒക്കെ ആണെന്ന്. ഇത് കുഞ്ഞൊരു മുട്ടായിരുന്നേ, ഒരാവശ്യമില്ലായിരുന്നു അതിനെ പറിച്ചെടുക്കേണ്ടത്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ ഒരു കുണുക്കാച്ചി ആമ്പലാണ് കേട്ടോ അവൾ പറിച്ചെടുത്തത്. എന്തായാലും കുഴപ്പമില്ല, ആമ്പലെങ്കിൽ ആമ്പൽ. നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആമ്പൽ പറിച്ചാലോ താമര പറിച്ചാലോ എന്നൊക്കെ. പക്ഷെ അപ്പോഴൊന്നും നമുക്കത് പൊട്ടിക്കാൻ പറ്റിയ സ്ഥലത്തല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല കുത്തൊഴുക്കിലായിരുന്നു വെള്ളം പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ആഗ്രഹം അവൾ ഇങ്ങനെ അങ്ങ് സാധിച്ചു. നേരത്തെ കിട്ടിയ 2 ചെറി തന്നെയാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ കിട്ടിയ 2 ചെറിയിൽ ഒരെണ്ണം ഞാൻ അപ്പം തന്നെ കഴിച്ചായിരുന്നു. പക്ഷേ ഇതിനൊടുക്കത്തെ പുളിയായിരുന്നു, വലിയ രീതിക്ക് അത് പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ പുളിയാണെങ്കിലും ചെറിയൊരു രസമൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ആ കാട്ടിനകത്തൂടെ പുറത്തേക്ക് പോവുക. ഒരു സൈഡിൽ ഫുള്ള് കൈതയാണ്, ഇപ്പോഴത്തെ സൈഡിൽ ഫുള്ള് ഈ കപ്പ നട്ടേക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ തോന്നും, വല്ല ഇഴജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. മഴയും കൂടെ പെയ്തതുകൊണ്ട് മൊത്തം നനഞ്ഞ്, പുല്ലൊക്കെ ആകെ നനഞ്ഞ് ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല സുഖമുണ്ടായിരുന്നു കുളിക്കടവിൽ നിൽക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് ആ റോട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പോഴാണ് അവൾ ആമ്പൽ വിരിയിക്കണ കാര്യം പറഞ്ഞത്. ഇത് നമുക്കിങ്ങനെ അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞ പോലെ നിൽക്കുമല്ലോ. അപ്പോൾ ഇത് വിരിയിക്കാൻ പറ്റുമല്ലോ,
അക്ക ഒന്ന് വിരിയിച്ച് നോക്ക്, ഞാൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ് കേട്ടോ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അത് പ്രോപ്പറായിട്ട് വിരിയുന്നുണ്ടായിരുന്നില്ല. ഓരോ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും, അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആകുമ്പോൾ അത് വീണ്ടും അടയും. കാരണം അത് ഇച്ചിരി കൂടെ ഒന്ന് വലുതാവണം തോന്നുന്നുണ്ട് വിരിയിക്കാനൊക്കെ ആയിട്ട്. നമുക്കിതൊന്നും മുന്നേ ചെയ്തിട്ട് വലിയ ശീലമൊന്നും ഇല്ലല്ലോ. എന്നാലും ഞാൻ നോക്കാമെന്ന് വിചാരിച്ച് കുറേ തവണ വിരിയിച്ച് നോക്കി. പക്ഷെ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മളിങ്ങനെ വിരിയിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് നിൽക്കുന്നില്ല, വീണ്ടും അതിങ്ങനെ കൂമ്പിപ്പോവുക. അപ്പോൾ ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് ഓരോ പെറ്റൽസ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് വെച്ച് നോക്കി. അപ്പോൾ ഒരു സൈഡിൽ അതിന് ഒരു കോട്ടം പോലെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ചരിഞ്ഞൊരു ഭംഗിയില്ലാതെ നിൽക്കുമായിരുന്നു കേട്ടോ. കണ്ട ആ സെൻറ്ററിലുള്ള പോർഷൻ വിരിയുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് സംഭവം. ഒരു സൈഡിലത്തെ പെറ്റൽസിന് ഒരു കോട്ടം തട്ടിയിട്ട് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ്, ഒരു സൈഡ് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഇനി ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ പോവുക. നേരത്തെ ചെറിയ പറിച്ചില്ലേ, അത് ഈ മരമാണ്. അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കേ, നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്, നിറയെ ഉണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, റെഡ് കളറിൽ. ചിലതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, വന്നതും ചായ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഉച്ചയായിരുന്നല്ലോ സമയം. അപ്പോൾ ഇതാ ചോറ് കഴിക്കുകയാണ്. ചോറ്, മത്തിക്കറി, പയറുപ്പേരി, മോര്, അച്ചാർ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. പുറകിലൂടെ പാസ് ചെയ്ത് പോയതാണ് കൊച്ചച്ഛൻ്റെ വൈഫ്, അതായത് അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തായിരുന്നു, വെയിലൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ അച്ഛൻ്റെ വേറൊരു അനിയൻ്റെ, ഞാൻ പറഞ്ഞില്ല അടുത്തായിരുന്നു വീട്, മൂന്ന് പേരുണ്ട്. അതിൽ 2 പേര് അടുത്തടുത്തായിട്ടാണ്, ഒരാൾ കുറച്ച് ദൂരമാണ്. അപ്പോൾ അതിൽ ഒരാളുടെ വീട്ടിലൂടെ പോയി അവിടുന്ന് നേരെ ഒരു മഴക്കോളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരാന്ന് ഓർത്തിട്ട് ഇതാ വൈക്കത്ത് ബോട്ട് ജെട്ടിയിൽ വന്നേക്കുവാണ്. അപ്പോഴത്തെ അവസ്ഥയാണിത്. ഇതിൻ്റെ ഒരു ആഘാതം അറിയണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ അന്തരീക്ഷം, തെളിഞ്ഞ മാനമൊക്കെ കാണിച്ചു തന്നത് ഓർക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഇത്ര തെളിച്ചുണ്ടായിരുന്നുള്ളൂ, തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാമെന്ന്. ഇതായിരുന്നു അവസ്ഥ. ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഇത്രയും മഴ പെയ്യുമ്പോൾ എങ്ങനെ ബോട്ട് എടുക്കാനാണ്? അത് മാത്രമല്ല കേട്ടോ, മഴ മാത്രമല്ല, നല്ല രീതിക്ക് ശക്തിയായിട്ട് കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡേഞ്ചറാണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ബോട്ട് എടുക്കാനായിട്ട്. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി, കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ടിക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ ഈ ബസ്സിലും ബാക്കി വണ്ടികളിലൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇടുന്നത് പോലെ സൈഡിൽ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കർട്ടൻ ഇങ്ങനെ മൂടി സൈഡിൽ കിടക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടം, നിറയെ ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. ബോട്ട് എടുത്തൊരു പകുതി ദൂരമൊക്കെ എത്തിയപ്പോൾ മഴയുടെ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കയറിയപ്പോൾ ഉള്ളത്ര ഇല്ലെങ്കിലും മഴ ചാറുന്നുണ്ട്. ആ വെള്ളത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പക്ഷേ നല്ല രീതിക്ക് വെള്ളത്തിന് നല്ല ഓളം ഉണ്ടായിരുന്നു, കാരണം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ട് ഇങ്ങനെ ആടിയാണ് കേട്ടോ പോണത്. അതുകൊണ്ട് നമുക്കൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, വെള്ളം നല്ല രീതിക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിക്കായിരുന്നു. വെള്ളം ഇങ്ങനെ ഓളം തള്ളി, കാറ്റത്ത് ഓളം തള്ളിയിരിക്കുമായിരുന്നു. കുറേ നേരം ഞാനിത് പൊക്കിയൊക്കെ വെച്ച് നോക്കി. എന്നിട്ട് ഞാനത് മെല്ലെ പയ്യെ മുകളിലേക്ക് അതിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. കാര്യം കാറ്റും കാര്യങ്ങളൊന്നും കടക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ്, സാധാരണത്തേതിലും വൈകിട്ടാണ് ബോട്ട് അക്കരെ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ എത്തിയത്. ഈ ക്ലൈമറ്റും ഇതൊക്കെ വരുമ്പോൾ സാധാരണ പോണ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഞാനും അമ്മയും. കാര്യം വെള്ളം കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി, നല്ല കലങ്ങിയല്ല, പക്ഷെ കാറ്റിൻ്റെ ഒരു ഫോഴ്സിലാണെന്ന് തോന്നുന്നു, ഒരു വല്ലാത്തൊരു രീതിക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മളിതാ ഇറങ്ങാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈക്കത്തുനിന്ന് കയറാൻ നിന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ശക്തിയായിട്ടില്ല, എങ്കിലും നനയുന്ന തോതിൽ തന്നെ
മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് പിടിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്, സീറ്റൊക്കെ കിട്ടി ഇരിക്കുകയാണ് കേട്ടോ. കണ്ട ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. മുറ്റമൊക്കെ ആകെ നനഞ്ഞ് അലങ്കോലായിട്ട് കിടക്കുക. കാരണം പോകുമ്പോൾ നല്ല വെട്ടവും വെളിച്ചവും നല്ല വൃത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോണത്. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.